ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സമാധാനം നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെ സമാധാനം നിലനിർത്താനായി ഒന്നുകിൽ രണ്ടുപേരും അനുരഞ്ജനത്തിന് തയ്യാറാകുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശരണം പ്രാപിക്കുകയോ ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെ മനുഷ്യന് ജീവനുള്ള ദൈവവുമായി സമാധാനത്തിലെത്താൻ കഴിയേണ്ടതാണ്. മനുഷ്യൻ ദൈവത്തെ ശരണം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ സ്വയം തന്റേതായ ഓരോ മാർഗങ്ങൾ അവലംബിക്കുകയാണ്. ദാനധർമ്മങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ധാരാളം പാപം ചെയ്യാതിരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവായി തന്റെ വായ്കൊണ്ട് ഏറ്റുപറയുക, തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുക, പാപക്ഷമയ്ക്കായി യാചിക്കുക, അവനിൽ വിശ്വാസം അർപ്പിക്കുക, അവനെ ശരണം പ്രാപിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുക. നിത്യത മുഴുവൻ അവൻ കർത്താവിനോട് കൂടെയായിരിക്കും. അപ്രകാരം ചെയ്യാതെ തൻ്റെതായ മാർഗങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ അവൻ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ദൈവമുമ്പാകെ വിനയപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.